ഹലോ ഗൈസ്. ഹായ് ഗൈസ്. ഇന്ന് രാത്രിയുള്ള ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനും വിബിയും അധികം വെളിച്ചെണ്ണയൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ, ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി രുചി തോന്നും. പിന്നെ ഞാൻ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം അത് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാന് ഏകദേശം ചൂടായി വരുന്നുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പണ്ട് സ്കൂളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാറുണ്ടല്ലോ. ആ ഒരു രീതി തന്നെയാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസം, വലിയ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അധികം നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം, അതിൽ കളറൊക്കെ ഒന്ന് മാറണം, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അപ്പോഴേക്കും അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനും വിവിയും മാത്രമായതുകൊണ്ട് നമുക്ക് അധികം വലിയ വിഭവസമൃദ്ധമായിട്ടുള്ളതൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ ഇങ്ങനെ PGക്കൊക്കെ നിൽക്കുമ്പോൾ, ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഉള്ളത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് ബിബി കുറേ പരിപ്പ് വടയും വടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് വട, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ പരിപ്പ് വട എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴേക്കും നമ്മുടെ ഏകദേശം മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലുള്ള ഉരുളക്കിഴങ്ങാണെങ്കിലും ഒക്കെ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിബിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തിലും നല്ല പച്ച ഉള്ളി ഇട്ട് കൊടുത്താൽ പുള്ളിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളി ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ പച്ച ഉള്ളി ഉണ്ടാവുമല്ലോ, കുറച്ചൊന്ന് ഫ്രൈ അധികം ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഉള്ളി, കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയാണ് ഞാൻ ആക്കുന്നത്. അധികം വഴറ്റുന്നൊന്നുമില്ല, ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ കിട്ടുന്ന തരത്തിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം നേരം ചൂടാക്കുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ബീഫ് വേണമല്ലോ, പക്ഷേ ഇവിടെ ബീഫില്ല, അതിന് പകരം ഉരുളക്കിഴങ്ങ്, ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഉള്ളതുപോലെയല്ലല്ലോ, നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. പുറത്തൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈപ്പ് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വീട്ടിലാണെങ്കിൽ നമ്മളിതൊന്നും കഴിക്കില്ല, അത് വേറെ കാര്യം അല്ലേ. എല്ലാവർക്കും ഓരോരോ ഇതാണല്ലോ. പക്ഷെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഉടച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ദോശക്കൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം കറിയൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്കൊരു പാകത്തിന് കിട്ടും. പെറുക്കി കഴിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഉടച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ട് ഏകദേശം ഒരു 2.5 കപ്പ് കണ്ടല്ലോ, ചെറിയൊരു കപ്പിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോതമ്പ് പൊടി കട്ടിയൊന്നും കൂടാതെ രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, അത് പറയാൻ എന്നോട് വിട്ടുപോയി. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇളക്കുമ്പോൾ അതിങ്ങനെ ഒരു കെട്ടുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ അതിങ്ങനെ അതിനാവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ അത് ഓക്കെ റെഡിയായി വന്നോളും. കട്ടിയൊക്കെ മാറി നല്ല പരുവായി വരും. ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് കാണുന്നവൾ വിചാരിക്കുന്നുണ്ട് ഇതെന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അതുവരെ നമ്മൾ അമ്മയുടെ അച്ഛൻ്റെ തണലിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക്
ഇതെല്ലാം ഒരു പുതിയ അറിവായി തോന്നും പുതിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഡിഗ്രിക്കൊക്കെ പുറത്ത് പോയി പഠിക്കുന്നവർക്കൊക്കെ. അപ്പോൾ അവർക്കിങ്ങനെ ഫുഡൊക്കെ PGക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു കാര്യം മാത്രമാണ്. അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശയിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചി. അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് എടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നാലേ എല്ലാ ഭാഗത്തും നമ്മുടെ മുട്ടയുടെ അംശം എത്തണമല്ലോ. അപ്പോൾ നന്നായിട്ട് കുറച്ച് സമയം തന്നെ എടുക്കുന്നുണ്ട് ഇളക്കാൻ. ഇളക്കി നന്നായിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, റെഡി ആയിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെക്കാം. ഞാൻ ഇപ്രാവശ്യം വെളിച്ചെണ്ണയല്ല കേട്ടോ ഒഴിക്കുന്നത്. എനിക്ക് പശു നെയ്യിൻ്റെ ഒക്കെ നെയ്യിലൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, മണവും ടേസ്റ്റ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ദോശയിലൊക്കെ നെയ്യ് ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു രുചി കൂടുമല്ലോ. അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അധികമൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതെല്ലാ ഭാഗത്തും ഇങ്ങനെ ആവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്യൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഏകദേശം എനിക്ക് എത്തി തോന്നുന്നുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ദോശക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പരത്തി വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റുമല്ലോ, ആ രീതിയിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ മൊരിഞ്ഞ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ്. എൻ്റെ അടുത്ത് തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ബിബി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ബിബിക്ക് ഇങ്ങനെ ദോശ ചുടുന്നതോ ദോശ മറിച്ചിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ അതെല്ലാം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. പണ്ടത്തെ എന്തെല്ലോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ പണ്ടത്തെ കഥകളിൽ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കും അത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ദോശ ഇടുകയാണ്. അപ്പോൾ പുള്ളിക്കും ദോശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ദോശ പുള്ളിയാന്ന് തോന്നുന്നു ചുടുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഓർമ്മ. പുള്ളി തന്നെയാണ്, പുള്ളി തന്നെ ദോശ ഇടുന്നുണ്ട് അടുത്ത്. നന്നായിട്ട് തന്നെ പുള്ളി നന്നായിട്ട് ദോശ ഇടുന്നുണ്ട്. നല്ല വട്ടാകൃതിയിൽ വൃത്താകൃതിയിൽ തന്നെ പുള്ളി എനിക്ക് ദോശ എല്ലാം ചുട്ട് തന്നു. പുള്ളി ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് കുറച്ച് ക്ഷീണത്തിലൊക്കെയാണ്, എന്നാലും അത്യാവശ്യം എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടി തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുക. രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തോലിങ്ങനെ പൊളിച്ചെനിക്ക് റെഡിയാക്കി തരുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തെല്ലോ തമാശകളെല്ലാം പറയുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. എന്തെല്ലോ പറയുന്നുണ്ട്, ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് കുട്ടികൾ എന്തെല്ലോ പറഞ്ഞതോ അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡിയായി. അതിനിടയ്ക്ക് ബിബി കുളിക്കാൻ പോയി. അപ്പോഴേക്കും ഞാൻ നേരത്തെ കൊണ്ടുവന്ന പരിപ്പടേൻ്റെ ബാക്കി ഇങ്ങനെ കഴിച്ച് പുറത്തൊക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ്